ഒരു നല്ല പ്രസംഗികന് പ്രസംഗം പരിശീലിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് വായന വളരെ അനിവാര്യമാണ്. വായന ചെറിയ വായനയല്ല, ഉച്ചത്തിലുള്ള ശബ്ദവായന. അതിൻ്റെ ഭാഗമായി ഇന്നത്തെ വായനയിലേക്ക് കടക്കുകയാണ്. വിജയമല്ല വിജയത്തുടക്കം. രാജ്യത്തെ നഗരങ്ങളെ പിടിച്ചുകുലുക്കിയ യുവജന പ്രക്ഷോഭത്തിന് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. നിശ്ചയദാർഢ്യത്തോടെ സമരം ചെയ്ത യുവജനങ്ങളുടെയും അവർക്ക് പിന്തുണ നൽകിയ പ്രതിപക്ഷത്തിൻ്റെയും വിജയമാണിത്. തീർച്ച. മോദി സർക്കാരിൻ്റെ ചരിത്രത്തിലാദ്യമാണ് യുവജന പ്രക്ഷോഭത്തെ തുടർന്ന് ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ടി വരുന്നത്. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടേണ്ട ഒരു മന്ത്രിയുടെ രാജി മാത്രമല്ലിത്. സ്വന്തം ഭാവി തിരിച്ചുപിടിക്കാൻ തെരുവിലിറങ്ങിയ ഒരു തലമുറയുടെ വിജയഗാഥ കൂടിയാണ്. മാസങ്ങളോളം തെരുവുകളിലുയർന്ന ആക്രോശത്തെ അവഗണിക്കാനാവില്ലെന്ന് ഒടുവിൽ അധികാര കേന്ദ്രം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അധികാരത്തോട് തുടർച്ചയായി ഉത്തരവാദിത്വം ആവശ്യപ്പെടുന്ന പൗരബോധത്തിൻ്റെ പേരാണ് ജനാധിപത്യമെന്ന് കഴിഞ്ഞ 12 വർഷത്തെ തുടർച്ചയായ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ആലസ്യത്തിൽ മറന്നുപോയിരുന്ന മോദി സർക്കാർ ഇത് ജനാധിപത്യത്തെക്കാൾ അധികാരത്തെ വലുതായി കണ്ട രാഷ്ട്രീയത്തിൻ്റെ പരാജയമാണ്. ചോദ്യപേപ്പർ ചോർച്ചകളും പരീക്ഷാ സംവിധാനത്തിൻ്റെ തകർച്ചയും തൊഴിലില്ലായ്മയുടെ കനലും യുവാക്കളുടെ ഭാവിയെ ചൂതാട്ടമാക്കിയ ഭരണകൂടം പ്രതിഷേധങ്ങൾക്കൊടുവിൽ യുവാക്കളുടെ വഴിയെ വന്നിരിക്കുന്നു എന്ന അതിശയമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. വീഴ്ചകളിൽ ഉത്തരവാദിത്വം ആവശ്യപ്പെട്ട യുവാക്കളെ കലാപകാരികളായി ചിത്രീകരിക്കാനും അവരുടെ ന്യായമായ ആവശ്യങ്ങൾ രാഷ്ട്രീയ ഗൂഢാലോചനയായി മുദ്രകുത്താനുമായിരുന്നു സർക്കാർ ശ്രമം. എന്നാൽ സത്യത്തെ അടിച്ചമർത്താൻ കഴിയില്ലെന്നും യുവതലമുറയുടെ ശബ്ദത്തെ ഭീഷണിപ്പെടുത്തി നിശബ്ദമാക്കാനാവില്ലെന്നും പ്രക്ഷോഭം തെളിയിച്ചു. ഭയന്ന് പിൻവാങ്ങുന്ന തലമുറയല്ല, ഭയത്തെ അതിജീവിച്ച് ജനാധിപത്യത്തിൻ്റെ വാതിൽ ഉറക്കെ ഇടിക്കുന്ന തലമുറയാണവർ. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഈ പേടിയെ അതിജയിച്ച തലമുറയാണ്. ചരിത്രം മുന്നോട്ട് പോയത് അധികാരത്തെ ഭയക്കാത്ത യുവത്വത്തിൻ്റെ കരുത്തുകൊണ്ടാണ്. ജനാധിപത്യത്തിൻ്റെ പ്രതീക്ഷയും രാജ്യത്തിൻ്റെ നവോത്ഥാന ശക്തിയും നിർഭയമായ യുവതലമുറയിലാണ്. ഇന്ത്യയിലെ യുവതലമുറയെക്കുറിച്ച് ഒരു കാലത്ത് പ്രചരിച്ചിരുന്ന ഏറ്റവും വലിയ തെറ്റിദ്ധാരണ അവർ രാഷ്ട്രീയം ഒഴിവാക്കുന്നവരാണെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ മാത്രം ജീവിക്കുന്നവരാണെന്നുമായിരുന്നു. എന്നാൽ ജന്തർ മന്തർ പ്രതിഷേധം ആ ധാരണകളെല്ലാം തിരുത്തിക്കുറിച്ചു. ഈ തലമുറ മൊബൈൽ ഫോണിൽ മുങ്ങിപ്പോയിട്ടില്ല. അതിനെ ആശയവിനിമയത്തിൻ്റെയും സംഘടനയുടെയും ജനാധിപത്യ പ്രതിരോധത്തിൻ്റെയും ശക്തമായ ഉപകരണമാക്കി മാറ്റിയിരിക്കുകയാണ്. പഴയ തലമുറകൾക്ക് കൂട്ടായ്മ രൂപപ്പെട്ടത് സ്കൂൾ മൈതാനങ്ങളിലും കോളേജ് വരാന്തകളിലും വായനശാലകളിലുമായിരുന്നു. ഇന്നത്തെ യുവാക്കൾക്കായിട്ട് ഡിജിറ്റൽ ലോകമാണ്. അവിടെ അവർ സ്വന്തം ഭാഷയും നർമ്മവും സംസ്കാരവും രാഷ്ട്രീയ ബോധവും വളർത്തിയെടുത്തു. സാമൂഹ്യ മാധ്യമങ്ങൾ അനീതി തുറന്നു കാട്ടാനും അധികാരത്തോട് ചോദ്യങ്ങൾ ചോദിക്കാനും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള യുവാക്കളെ ഒരുമിപ്പിക്കാനുമുള്ള പൊതുസ്ഥലമായി മാറി. ഈ തലമുറയുടെ ശക്തി അവരുടെ സാങ്കേതിക വൈദഗ്ധ്യത്തിൽ മാത്രമല്ല, അധികാരത്തോട് ചോദ്യം ചോദിക്കാനുള്ള തൻ്റെ ഇടവുമാണ്. ആദരവ് ഭയത്തിൽ നിന്ന് ഉണ്ടാകേണ്ടതല്ലെന്നും ഉത്തരവാദിത്തമില്ലാത്തവർ അങ്ങനെയൊന്നും അർഹിക്കുന്നില്ലെന്നും അവർ വിധിച്ചു. ദുരുപയോഗം ചെയ്യുന്ന അധികാരത്തെ ചോദ്യം ചെയ്യുന്ന ജനാധിപത്യത്തിൻ്റെ കടമയാണെന്നും അവർ വിശ്വസിച്ചു. നിരീക്ഷണവും കേസുകളും അപകീർത്തിപ്പെടുത്തലുകളും പോലീസ് നടപടികളും നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടും ലക്ഷക്കണക്കിന് യുവാക്കൾ തെരുവിലിറങ്ങി. അവർ പ്രതിഷേധിച്ചത് ഒരു പരീക്ഷാ പേപ്പർ ചോർച്ചയ്ക്കെതിരെ മാത്രമായിരുന്നില്ല, തകർന്നു പോകുന്ന വിദ്യാഭ്യാസ തൊഴിൽ സംവിധാനത്തിനെതിരെയായിരുന്നു. ഭയമാണ് അധികാരത്തിൻ്റെ ഏറ്റവും വലിയ ആയുധമെങ്കിൽ ആ ഭയത്തെ മറികടക്കുക തന്നെയാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. അതിൻ്റെ ഭാഷ മീമുകളാകാം. അവരുടെ പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ ആരംഭിക്കാം, പക്ഷേ അവരുടെ ആവശ്യങ്ങൾ യാഥാർത്ഥ്യമാണ്. തെരുവുകളും ഉയർന്ന ആ ശബ്ദം തലമുറയുടെ പ്രതിഷേധം മാത്രമല്ല, നാളെയുടെ ഇന്ത്യ എങ്ങനെയായിരിക്കണമെന്ന ചോദ്യമാണ്. ഈ പ്രക്ഷോഭത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രത്യേകത അതിൻ്റെ സ്വാഭാവികതയായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ വിവരം പങ്കുവച്ച് സ്വന്തം ചെലവിൽ രാജ്യത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ നിന്ന് എത്തിയ വിദ്യാർത്ഥികളും തൊഴിലന്വേഷകരും യുവ പ്രൊഫഷണലുകളുമായിരുന്നു പ്രതിഷേധത്തിൻ്റെ മുഖം. ഇതൊരു സംഘടനയുടെ ശക്തിയല്ല, ഒരു തലമുറയുടെ ആത്മബോധത്തിൻ്റെ പ്രകടനമാണെന്ന് അവർ തെളിയിച്ചു.
സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു ആഹ്വാനത്തിന് മറുപടി നൽകി സ്വന്തം യാത്രാ ചെലവിൽ ഡൽഹിയിലെത്തുകയും സമരവേദിയിലേക്ക് കിലോമീറ്ററുകൾ നടത്തുകയും ചെയ്ത യുവാക്കളായിരുന്നു പ്രതിഷേധത്തിൻ്റെ മുഖ്യശക്തി. ഒരു മാസത്തോളം നോയിഡ ആസ്ഥാനമായ വാർത്താ ചാനലുകളും മുഖ്യധാര മാധ്യമങ്ങളും ജന്തർ മന്തർ സമരത്തെ അവഗണിക്കുകയോ പരിഹസിക്കുകയോ അപകീർത്തിപ്പെടുത്തുകയോ ചെയ്തു. എന്നിട്ടും ഭരണകൂടത്തിൻ്റെ എല്ലാ കണക്കൂട്ടലും അതിൻ്റെ പ്രചാരണ യന്ത്രത്തിൻ്റെ എല്ലാ ആഖ്യാനങ്ങളും ഈ പ്രക്ഷോഭം തകർത്തു. മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രതിഷേധത്തെ അവഗണിക്കുന്നുവെന്ന് മനസ്സിലാക്കിയതോടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും വാട്സാപ്പ് ശൃംഖലയിലൂടെയും യുവാക്കൾ സ്വന്തമായ ആശയവിനിമയ ശൃംഖല സൃഷ്ടിച്ചു. അധികാരം നിയന്ത്രിക്കുന്ന വിവരപ്രവാഹത്തെ മറികടക്കാൻ സാങ്കേതികവിദ്യയെ അവർ ജനാധിപത്യത്തിൻ്റെ ഉപകരണമാക്കി മാറ്റി. മോദിക്ക് ഭയം തോന്നുമ്പോഴെല്ലാം ഹിന്ദു മുസ്ലിം വിഭജനം ഉണ്ടാക്കുന്നുവെന്ന ജന്തർ മന്ദറിൽ മുദ്രാവാക്യം മുസ്ലിം വിരുദ്ധതയുടെ ആഖ്യാനങ്ങൾ കൊണ്ട് സമരങ്ങളെ കൊല്ലുന്ന സംഘ് സ്വേച്ഛാധിപത്യത്തിൻ്റെ പതിവ് ആഖ്യാനത്തിൽ വിള്ളൽ വീഴ്ത്തി. ഈ വിജയത്തിൻ്റെ അവസാനമല്ല, തുടക്കമാണ്. ഒരു മന്ത്രി പടിയിറങ്ങുന്നത് കൊണ്ട് പരീക്ഷാ സംവിധാനത്തിൻ്റെ വിശ്വാസ്യത സ്വയം തിരിച്ചു വരില്ല. ചോദ്യപേപ്പർ ചോർച്ചകളിൽ ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. സുതാര്യവും വിശ്വസനീയവും വിദ്യാർത്ഥി കേന്ദ്രീകൃതവുമായ പരീക്ഷാ സംവിധാനം പുനർനിർമ്മിക്കണം. ഉത്തരവാദിത്വം വ്യക്തികളിൽ അവസാനിക്കാതെ സംവിധാനത്തിലേക്കും വ്യാപിക്കണം. ഈ പ്രശ്നം ഭരണകൂടത്തിനും രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരുപോലെ കടുത്ത മുന്നറിയിപ്പാണ്. യുവതലമുറയെ അവഗണിക്കുകയോ അപകീർത്തിപ്പെടുത്തുകയോ അടിച്ചമർത്തുകയോ ചെയ്യാമെന്ന മിഥ്യാധാരണയ്ക്കെതിരെയുള്ള മുന്നറിയിപ്പ്.